Hello everyone, welcome to Learn English with Lijida. Today we are going to learn a very important grammar topic. What is a noun? അപ്പോൾ നോക്കിയാലോ നമുക്ക് എന്താണ് ഒരു noun എന്നുള്ളത്. റെഡി അല്ലേ? ഓക്കെ. ഈ noun is the name of a person, place, animal or thing. അതായത് ഏതെങ്കിലും വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ അല്ലെങ്കിൽ മൃഗത്തിന്റെ അല്ലെങ്കിൽ അതേപോലെ തന്നെ വസ്തുക്കളുടെ അല്ലെ പേരിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഒരു noun എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ എന്താണ് noun എന്നുള്ളത്? ഓക്കെ. ഉദാഹരണമായിട്ട് ടീച്ചർ എന്നുള്ളത് അല്ലെ ടീച്ചർ എന്ന് പറയുന്നത് എന്താണ് എ പേഴ്സൺ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ് എ പ്ലേസ് അതായത് ഒരു സ്ഥലമാണ് അല്ലെ. ഇനി ഡോഗ് എന്ന് പറയുമ്പോൾ എന്താണ് ആൻ ആനിമൽ ഒരു മൃഗമാണ്. അതേപോലെ തന്നെ എന്താണ് ബുക്ക് എന്ന് പറയുമ്പോൾ എന്താണ് അത് ബുക്ക് എന്ന് പറയുന്നത് എത്തിങ് അല്ലെ ഒരു വസ്തുവിന്റെ പേരാണ്. അപ്പൊ ഇങ്ങനെയുള്ള മൃഗത്തിന്റെ അല്ലെങ്കിൽ വസ്തുക്കളുടെ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ അല്ലെങ്കിൽ വ്യക്തികളുടെ പേരിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നൗൺ എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയല്ലോ എന്താണ് നൗൺ എന്നുള്ളത്. ഓക്കെ. സോ ടുഡേ വി ലേൺ നൗൺ ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ അല്ലെ. റിമെമ്പർ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് നെയിം ആണ് അല്ലെ. നെയിം അതായത് പേരിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനിയും കൂടുതൽ ലെസൺസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, മടി പിടിച്ചിരുന്നതോ അല്ലെങ്കിൽ വിരുന്ന് പോയതോ അങ്ങനെയൊന്നും അല്ല. ഒരു സർജറി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം കുറച്ച് റെസ്റ്റ് ആവശ്യമായിട്ട് വന്നു. അപ്പൊ ആ റെസ്റ്റ് കഴിഞ്ഞപ്പോൾ ക്ലാസ് ഇട്ടതാണ്. അപ്പോൾ ഇനി എന്തായാലും ഡിലേ ഒന്നും വരില്ല, എന്തായാലും വീഡിയോസ് ഉണ്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പാരന്റ്സ് ഒക്കെ ഇപ്പോൾ വളരെയധികം ടെൻഷനിലായിരിക്കും അല്ലേ. കാരണം എന്താണ് കുട്ടികളായാലും ഒക്കെ നല്ല ടെൻഷനിലായിരിക്കും. കാരണം ഇനി കഷ്ടിച്ച് ഒരാഴ്ചയുള്ളൂ എന്ന് സ്കൂൾ തുറക്കാനായിട്ട്. അപ്പോൾ ഇനി പുതിയ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അവർക്ക് എങ്ങനെയായിരിക്കും പഠിക്കാൻ കഴിയുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഓരോ ടെൻഷൻ ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട. ഞാൻ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികളെ ചേർക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. അതിൽ വാട്സപ്പ് ചെയ്യാനും കോൾ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് കേട്ടോ. LP ആൻഡ് UP സെക്ഷനിൽ എല്ലാ സബ്ജക്റ്റും എടുക്കുന്നതാണ്. ഹൈസ്കൂൾ സെക്ഷൻ ആണെങ്കിൽ ഓൺലി ഇംഗ്ലീഷ് മാത്രവും ആയിരിക്കും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും.